അപ്പം നമ്മൾ ആവോലി പൊളിക്കാൻ പോകട്ടാ. ഇതിനു വേണ്ടി 1/2 കിലോ ആവോലി എടുത്തിട്ടുണ്ട്. ഈ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിയുക. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു മസാല തയ്യാറാക്കുക. ഈ മസാല ഈ ആവോലിയിൽ നന്നായി ഇതിൽ വരിയിട്ടുണ്ട്. അതിനുശേഷം നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇനി ഈ മസാല തേച്ച ആവോലി 1 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. എന്നാലേ ആ ഉപ്പും പുളിയൊക്കെ അതിൽ ശരിക്ക് പിടിക്കുള്ളൂ. ഇനി 1 മണിക്കൂറിന് ശേഷം ഈ മീനൊന്ന് തവ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഡ്രൈ ആവരുത്, സോഫ്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചുമന്നുള്ളി അരിഞ്ഞത് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുക. ഈ ചുമന്നുള്ളി ഒന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചോപ്പ് ചെയ്തിടാം. ഇനി ഈ തക്കാളി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മസാല തേച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ പാത്രത്തിലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് നാരങ്ങാ നീരിൽ വാഷ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുക. ഒരല്പം ഉപ്പ് ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു വാട്ടിയ ഇല എടുത്ത് അതിൽ ഈ മസാല കുറച്ച് നിരത്തി കൊടുക്കുക. ഇനി ഒരു ഫ്രൈ ചെയ്ത ആവോലി അതിന് മുകളിൽ വെക്കുക. ഇതിന് മുകളിൽ വീണ്ടും മസാല നിരത്തി കൊടുക്കുക. മസാല മുകളിൽ നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പിടിപ്പിക്കുക. ഇതിന് മുകളിൽ ഒരു കാന്താരി മുളക് പൊളിച്ചിട്ട് വെച്ചിടുക. ഇത് നമ്മളെ സ്വന്തം സ്പെഷ്യലാണ്. ഒരു നാരങ്ങയുടെ സ്ലൈസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മടക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ കയറ് കൊണ്ട് തന്നെ ഇതൊന്ന് കെട്ടിയെടുക്കുക. ഇനി ഒരു ചൂടായ തവയിലേക്ക് ഓയിൽ വെച്ചതിന് ശേഷം ഈ പൊതിഞ്ഞെടുത്ത മീൻ നമുക്കതിലേക്ക് വെക്കാം. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല മഴയാണ്, ഒന്നും പറയുന്ന കേൾക്കുന്നില്ല. ഗാർണിഷിന് വേണ്ടി ഒരു സവാള, ലൈമ്, ഒരു 3 മുളക്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് തുറന്നു നോക്കാം. അടിപൊളി. നമ്മളെ ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചപ്പാത്തിൻ്റെ, പൊറോട്ടൻ്റെ അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂടെ അങ്ങ് കഴിച്ചാൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, പിന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളിട്ടാ. അപ്പോൾ ഓക്കെ.